ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനാളൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി 6 ദിവസം നീണ്ടു നിൽക്കുന്ന വികസന കാർണിവലിന് ആരംഭമായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമുള്ളവരെ കൂടി കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ മറ്റൊന്നുകൂടി നമുക്ക് വളരെ സന്തോഷത്തോടെ നെഞ്ചുറുപ്പോടെ പറയാം. മലയാള സർവകലാശാലയിൽ മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. മലയാളത്തിൽ പഠിപ്പിക്കുന്ന സർവകലാശാലയ്ക്ക് മലയാളത്തിൽ സംസാരിക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകും. ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുകയും ചെയ്യുന്ന കുട്ടികളെക്കാൾ വ്യത്യസ്തമായി കേരളത്തെ തിരിച്ചറിയുന്ന ഒരു സർവകലാശാല കൂടിയാണ് മലയാള സർവകലാശാല. അത്തരത്തെ താനാളൂർ പഞ്ചായത്തുമായി ഇടപെട്ട് ഞങ്ങളുടെ മല്ലിക ടീച്ചറിൽ നിന്ന് ഞാൻ കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാർഷിക വികസനത്തെ കുറിച്ച്, കൃഷി തരിശുഭൂമികൾ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച്, ഇത് തമിഴ്നാടിനെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ നോക്കിയിരിക്കുന്ന ഒരു ദിക്കിൽ നിന്ന് നമുക്ക് തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ നീക്കമാണ്. അത്തരത്തിൽ കൂടുതൽ ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിയിലേക്ക് കടക്കാൻ കഴിയും. ഈ കൃഷിയിലേക്ക് കടക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ കൃഷിക്കാരുടെ നെല്ല് ഏറ്റെടുക്കുക, അല്ലെ, അവർക്ക് വേണ്ട സമയത്ത് അതിനുള്ള സബ്സിഡിയും വെച്ചു കൊടുക്കുക, ഇങ്ങനെ കുറേയേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും അതിന്റെ പിന്നിലുണ്ടാവും. അതിനെല്ലാം പഞ്ചായത്തിന്റെ സഹകരണം ഉണ്ടാവുകയും കാർഷിക ഓഫീസർമാർ അതിനുവേണ്ടി നിൽക്കുകയും, ഇന്നത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഇതായിട്ട് പറഞ്ഞു, ഉദ്യോഗസ്ഥരും പ്രവർത്തകരും കൂടി ഒരുമിച്ച് നിന്നാലേ ഇതൊക്കെ മുന്നോട്ട് പോകും. അപ്പൊ അത്തരത്തിലുള്ള കാർഷിക ഓഫീസർമാരുണ്ടാവുക, ആരോഗ്യ മേഖലയിൽ വികസനം ഉണ്ടാവുക, വിദ്യാഭ്യാസത്തിൽ വികസനം ഉണ്ടാവുക. പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക അധ്യക്ഷയായിരുന്നു. പട്ടികജാതി പട്ടിക വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, പിന്നെ രോഗ ആതുരത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട്. അതൊക്കെ പരമാവധി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോരുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പം മാത്രമല്ല, പണ്ട് മുതലേ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്താണ് താനാളൂർ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നല്ല അംഗീകാരവും സഹകരണവും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില പരിമിതികൾ, നമുക്ക് എത്ര ചെയ്താലും തീരാത്തത്ര പരിമിതികൾ നമുക്കുണ്ട് എന്നറിയാം. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ നിർമ്മാണ മേഖലയിൽ റോഡ് പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെ ചില നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, കാലാവസ്ഥ മൂലം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒഴികെ പഞ്ചായത്ത് ഇടപെടേണ്ട എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷരായ KV സിനി, അമീറ കുനിയിൽ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ M സൗമിനി, ICDS സൂപ്പർവൈസർ P സറീന, സമർ താനാളൂർ, മേച്ചേരി സൈദലവി, സുലൈമാൻ അരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ P സതീശൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി V ബൈജു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. രാവിലെ 10-ന് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കലാകായിക സർഗമേള അമ്പിളിവീട് അരങ്ങേറി.
വൈസ് ചാൻസലർ എൽ സുഷമ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വൈകിട്ട് 7-ന് ഗായകൻ എടപ്പാൾ വിഷ്ണുവും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും ചടങ്ങിൽ അരങ്ങേറും. വെള്ളിയാഴ്ച രാവിലെ 10-ന് വനിതകൾക്കായി വിവിധ മത്സരങ്ങളും 2-ന് വനിതാ കലോത്സവവും നടക്കും. സംസ്ഥാന അവാർഡ് ജേതാവ് എം പാർത്ഥസാരഥി അവതരിപ്പിക്കുന്ന ഊണിന് നാരണ മാത്രം എന്ന നാടകം അരങ്ങേറും. കുടുംബശ്രീ, ശുചിത്വം, കൃഷി വിജ്ഞാൻ കേന്ദ്ര, IRTC, കെ സ്മാർട്ട്, കെ ഡിസ്ക്, ശുചിത്വ മിഷൻ, ഫയർഫോഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്ന 25ഓളം സ്റ്റാളുകൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് 20 TV.